പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, ഹോപ്സ് PSCയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ അടുത്ത് ആനുകാലികവുമായി ബന്ധപ്പെട്ട് PSCയുടെ പരീക്ഷകൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്ന വനിതാ സംവരണം, നാരീശക്തി വന്ദൻ അധിനിയമെന്ന ആ ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊന്ന് നോക്കാം. പ്രസ്താവന രീതിയിലും അല്ലാതെയൊക്കെ ചോദ്യങ്ങൾ ആ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രസ്താവന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും അതിന് വിശദമായി ആൻസർ ചെയ്യാവുന്ന തരത്തിൽ വളരെ ഡീപ്പായിട്ട് നമുക്ക് ഇതൊന്ന് ചർച്ച ചെയ്തു പോകാം ഈ ടോപ്പിക്ക് എന്നുള്ളതാണ്. നമുക്കറിയാം വനിതാ സംവരണം എന്നുള്ളത്, അതായത് രാജ്യത്തെ വനിതകളുടെ ആകെ ജനസംഖ്യ 2011 സെൻസസ് പ്രകാരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 48% എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ കണക്കുകൾ പ്രകാരം നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യ ആകെ വർദ്ധിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള രാജ്യമായി രാഷ്ട്രം മാറിയിട്ടുണ്ട്. 142 കോടിയിലധികം ജനങ്ങൾ രാജ്യത്ത് അധിവസിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ വനിതകളുടെ ജനസംഖ്യയും വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വനിതകൾക്ക് ജനസംഖ്യാനുപാതികമായി നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ, നിയമനിർമ്മാണ പ്രക്രിയകളിൽ ഒരു സംവരണം, അത്തരത്തിൽ അവർക്ക് പ്രാതിനിധ്യം അനുവദിച്ചു നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. UN-ന്റെ കണക്കുകൾ പ്രകാരം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രങ്ങളിൽ അവരുടെ വനിതാ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി അവിടുത്തെ നിയമനിർമ്മാണ സഭകളിൽ വനിതകൾക്ക് പങ്കാളിത്തം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റുവാണ്ടയിലായിരുന്നാലും ക്യൂബയിലായിരുന്നാലും, റുവാണ്ടയിൽ ഏകദേശം 61% അവിടുത്തെ വനിതകൾക്ക് അത്തരത്തിൽ പാർലമെന്റിലേക്ക് പ്രാതിനിധ്യം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ക്യൂബയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 53% അവിടുത്തെ വനിതകൾക്ക് പാർലമെന്റിൽ, അവിടുത്തെ ആകെ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ പ്രാതിനിധ്യം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശിൽ അത് 21% പാർലമെന്റിലെ വനിതാ പ്രാതിനിധ്യം. അതുപോലെ തന്നെ തൊട്ടടുത്ത രാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാനിൽ 20% ആ വനിതാ പ്രാതിനിധ്യം. നമ്മുടെ 17ാം ലോക്സഭയിലെ വനിതാ പ്രാതിനിധ്യം എന്നുള്ളത് 15.2%. രാജ്യസഭയിലേത് 13%. അപ്പോൾ മറ്റ് രാഷ്ട്രങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമനിർമ്മാണ സഭകളിലേക്കുള്ള വനിതാ പ്രാതിനിധ്യം ജനസംഖ്യയ്ക്ക് ആനുപാതികമായി വളരെ താഴ്ന്ന നിലയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് ചരിത്രപരമായിട്ട് ഈ ഒരു നിയമം നടപ്പിലാക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൻ്റെ ചരിത്രം വളരെയധികം വിശകലനം ചെയ്തു പഠിക്കേണ്ടതാണ്. ഡിഗ്രി ലെവൽ പരീക്ഷ, അത്തരത്തിലുള്ള പരീക്ഷകൾക്ക് വരാൻ പോകുന്ന LDC പരീക്ഷകൾക്കൊക്കെ അത്തരത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ വനിതാ സംവരണത്തിൻ്റെ ചരിത്രം, കൃത്യമായിട്ടുള്ള ചരിത്ര പശ്ചാത്തലം നമുക്കൊന്ന് നോക്കിപ്പോകാം എന്നുള്ളതാണ്. അതായത് ഭരണഘടനാ രൂപീകരണ വേളയിൽ തന്നെ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ വെച്ചു തന്നെ വനിതാ സംവരണം എന്ന് പറയുന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. 1948 നവംബർ 4, അതായത് PSCയുടെ മുൻവർഷ ചോദ്യം തന്നെയാണ്. ചോദ്യം ഇങ്ങനെ: ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ പൂർണ്ണമായിട്ടുള്ള രൂപം അവതരിപ്പിച്ചത് ഏതു വർഷമാണ്? 1948 നവംബർ 4. അപ്പോൾ ഈ ഭരണഘടനയുടെ പൂർണ്ണമായിട്ടുള്ള രൂപം ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കരട് നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഡോക്ടർ BR അംബേദ്കർ അവതരിപ്പിക്കുകയാണ്. അവിടെ നടന്ന ചർച്ചാവേളയിലാണ് രാജ്യത്തെ സുപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് പ്രാതിനിധ്യം ആവശ്യമാണ്, വനിതകൾക്ക് സംവരണം ആവശ്യമാണ് എന്ന് ഡോക്ടർ BR അംബേദ്കറും സരോജിനി നായിഡുവും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നു. ചോദിക്കാം, രാജ്യത്ത് വനിതകൾക്ക് സംവരണം ആവശ്യമാണ് എന്നാദ്യമായിട്ട് അഭിപ്രായപ്പെട്ട, നിർദ്ദേശം പങ്കുവെച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ഡോക്ടർ BR അംബേദ്കറും സരോജിനി നായിഡുവുമാണ്. 1948 നവംബർ 4 ഇവർ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ആ വിഷയത്തെ ചർച്ച ചെയ്തു.
ചർച്ചകൾക്കൊടുവിൽ ഭരണഘടനാ നിർമ്മാണ സഭ ഭൂരിപക്ഷം അംഗങ്ങളും അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിലെത്തി. അതായത് അന്ന് രാജ്യത്ത് പ്രായപൂർത്തി വോട്ടവകാശം നൽകിയിട്ടുണ്ട്, നിലവിൽ വന്നിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ അതായത് രാജ്യത്ത് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, തിരഞ്ഞെടുപ്പ് അത്തരത്തിൽ നടത്തപ്പെടുമ്പോൾ ആ ഒരു തിരഞ്ഞെടുപ്പിൽ വനിതകൾ കൂടിയാണ് പങ്കാളികളാകുന്നത്. വനിതകൾ കൂടി ചേർന്നാണ് രാജ്യത്തെ ആ നിയമനിർമ്മാണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വനിതകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം അനുവദിക്കേണ്ടതില്ല എന്ന നിരീക്ഷണത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭ എത്തുകയും അത്തരത്തിൽ പ്രാതിനിധ്യം കൊടുക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെ വീണ്ടും PSCയുടെ ചോദ്യം തന്നെയാണ്, ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് ആദ്യ തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കും. അതായത് 1950 ജനുവരി 25 നിലവിൽ വന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 ജനുവരി 25-നാണ്. ജനുവരി 25-ന്റെ പ്രത്യേകത ചോദിച്ചിട്ടുണ്ട്. നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്, ദേശീയ സമ്മതിദായക ദിനമാണ് എന്നുള്ളതാണ്. പിന്നീട് രാജ്യത്ത് ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് രാജ്യത്ത് ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ മുൻവർഷ ചോദ്യമാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു സർക്കാർ അധികാരത്തിൽ വരുന്നു. ജവഹർലാൽ നെഹ്റു സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പാർലമെന്റിലെ വിവിധ ചർച്ചകൾക്കിടയിൽ വനിതാ സംവരണം അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ വിവിധങ്ങളായിട്ടുള്ള സർക്കാരുകൾ വന്നുപോയി. അതായത് ഈ വനിതാ സംവരണം അത്തരത്തിൽ ആ ഒരു പാർലമെന്റിന്റെ വിവിധങ്ങളായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുവാൻ അത്തരത്തിൽ ആ ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് 1971 കമ്മിറ്റി ഫോർ സ്റ്റാറ്റസ് ഓഫ് വുമൺ, കമ്മിറ്റി ഫോർ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ, അത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് 1971 നിലവിൽ വന്നിട്ടുള്ള വനിതകളുടെ അവകാശ സംരക്ഷണത്തിനായി നിലവിൽ വന്നിട്ടുള്ള ഒരു സംഘടനയാണ് കമ്മിറ്റി ഫോർ സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറയുന്ന സംഘടന. അപ്പോൾ ആ സംഘടന രാജ്യത്തെ ഈ വനിതകളുടെ തെരഞ്ഞെടുപ്പുകളിൽ, അതായത് ലോക്സഭയിൽ, സംസ്ഥാന നിയമസഭയിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് പ്രാതിനിധ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങളും അത്തരത്തിൽ ഗവൺമെന്റുകൾക്ക് അത്തരത്തിൽ നിവേദനവും രാഷ്ട്രപതിക്കൊക്കെ അത്തരത്തിൽ ഭീമ ഹർജിയും അത്തരത്തിൽ സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ കമ്മിറ്റി നിരന്തരമായി പ്രൊട്ടസ്റ്റുകൾ നടത്തുന്ന ഒരു സാഹചര്യം, ഈ രൂപീകൃതമായിട്ടുള്ള ഈ സംഘടന 1971 രൂപീകൃതമായിട്ടുള്ള കമ്മിറ്റി ഫോർ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറയുന്ന സംഘടന, അത് രൂപീകൃതമായ വർഷം ചോദിച്ചിട്ടുള്ളതാണ് ഡിഗ്രി ലെവൽ പരീക്ഷ. മുൻവർഷ ചോദ്യങ്ങളെടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ സംഘടനയുടെ സമര പശ്ചാത്തലത്തെ തുടർന്ന് 1974 ഒരു കമ്മിറ്റി, അതായത് വനിതകളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ഒരു കമ്മിറ്റിയെ നിയമിക്കുവാൻ ഇന്ദിരാഗാന്ധി സർക്കാർ തീരുമാനിച്ചു. ആ കമ്മിറ്റി 1974 അത്തരത്തിൽ നിയമിച്ചു. 1974 തന്നെ ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന നൂറുൽ ഹസൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 1974 അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന നൂറുൽ ഹസൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു, അതായത് പ്രധാനമായിട്ടും ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അതായത് രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുകളിൽ, അതായത് തദ്ദേശ സ്വയംഭരണം സ്ഥാപനങ്ങളിലേക്കുള്ള, ലോക്സഭയിലേക്കുള്ള, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള, രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് പ്രാതിനിധ്യം അനുവദിക്കണം എന്നത് സംബന്ധിച്ച കമ്മിറ്റി 1974 നൂറുൽ ഹസന് റിപ്പോർട്ട് സമർപ്പിക്കും. ചിലപ്പോൾ ചോദിക്കാം, വനിതകളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് രാജ്യത്ത് നിലവിൽ വന്ന കമ്മിറ്റി ഏതാണ്, നിലവിൽ രൂപം കൊണ്ടിട്ടുള്ള കമ്മിറ്റി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത്
എന്നാണ് രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ 1974 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നതും 1974 അതായത് നൂറുൽ ഹസൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് അതിനുശേഷം അതായത് ഇന്ദിരാഗാന്ധി സർക്കാർ രാജ്യത്തു വനിതാ സംവരണം നടപ്പിലാക്കും എന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും നിലപാട് പറഞ്ഞിരുന്നെങ്കിലും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുവാൻ അന്നത്തെ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് 1992, 73, 74 ഭരണഘടനാ ഭേദഗതികളെ അടിസ്ഥാനപ്പെടുത്തി, അതായത് നമുക്കറിയാം അതൊക്കെ മുൻവർഷ ചോദ്യങ്ങളിൽ പെട്ടതാണ്. അതായത് PV നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൽ പഞ്ചായത്തി രാജ് നഗരപാലിക സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അനുമതി നൽകുന്നു. അത്തരത്തിൽ ആ സംവിധാനങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കുന്നു 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ. ആ സംവിധാനം നടപ്പിലാക്കിയ സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് 33% സംവരണം രാജ്യത്ത് നടപ്പിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകളിൽ 33% വനിതകൾക്ക് സംവരണം അനുവദിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് 243D ക്ലോസ് 3. പഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന അല്ലെങ്കിൽ പഞ്ചായത്ത് സംവിധാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് 33% സംവരണം അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ഭരണഘടനാ ആർട്ടിക്കിൾ PSCയുടെ മുൻവർഷ ചോദ്യം 243D ക്ലോസ് 3 ആണ്. ഇനി നഗരസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് 33% സംവരണം അനുവദിക്കണം എന്ന് പ്രതിപാദിച്ചിട്ടുള്ള ഭരണഘടനാ ആർട്ടിക്കിൾ 243T ക്ലോസ് 3 ആണ്. 243T ക്ലോസ് 3 ആണ് എന്നുള്ളതാണ്. പഞ്ചായത്തുകളിലേക്ക് 243D ക്ലോസ് 3, നഗരസഭകളിലേക്ക് 33% സംവരണം അല്ലെങ്കിൽ ആകെ സീറ്റിൻ്റെ 1/3 അനുവദിക്കണമെന്നത് സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് 243T ക്ലോസ് 3യുമാണ്. അപ്പോൾ അതൊക്കെ മുൻവർഷ ചോദ്യങ്ങളാണ്, പരീക്ഷകൾക്ക് കൃത്യമായി ചോദിച്ചിട്ടുള്ള ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വനിതാ സംവരണം നടപ്പിലാക്കി ആകെ സീറ്റിൻ്റെ 1/3 അല്ലെങ്കിൽ 33% വനിതകൾക്ക് അനുവദിച്ചു കൊടുത്തു, പ്രാതിനിധ്യം അനുവദിച്ചു കൊടുത്തു. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നത് നമുക്കറിയാം യൂണിയൻ ലിസ്റ്റിൽ അല്ല പെടുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പെടുന്നത് എന്നുള്ളതാണ്. അതായത് വിവിധങ്ങളായിട്ടുള്ള ലിസ്റ്റുകളുണ്ട് നമുക്കറിയാം. അതായത് യൂണിയൻ ലിസ്റ്റുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റുണ്ട്, അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റുണ്ട് എന്നുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പെടുന്നത്. സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾക്കനുസരിച്ച്, അതായത് സ്റ്റേറ്റിൻ്റെ നിലപാടുകൾക്കനുസരിച്ച് അവിടെ അത്തരത്തിൽ നിയമങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഇത് പെടുന്നത് കൊണ്ട് തന്നെ വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങൾ, അതായത് രാജ്യത്തെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങൾ വനിതകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ക്രമേണ സീറ്റുകൾ അത്തരത്തിൽ വർദ്ധിപ്പിച്ചു, ശതമാന നിരക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അവിടെ നിന്നും വീണ്ടും PSCയുടെ മുൻവർഷ ചോദ്യം ഇങ്ങനെ, അതായത് രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്കാദ്യമായി 50% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷ തിരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. ആവർത്തിച്ച ചോദ്യമാണ്. 2004 ബീഹാർ ഇത് നടപ്പിലാക്കി. ബീഹാറിൻ്റെ ചുവട് പിടിച്ച് തന്നെ രാജ്യത്തെ 20ഓളം സംസ്ഥാനങ്ങൾ നിലവിൽ ഈ ഒരു 50% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വനിതകൾക്ക് പ്രാതിനിധ്യം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വീണ്ടും PSCയുടെ മുൻവർഷ ചോദ്യം, അതായത് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ വനിതകളുടെ ആകെ സംവരണം അല്ലെങ്കിൽ പ്രാതിനിധ്യം എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 50% എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അതൊക്കെ മുൻവർഷ ചോദ്യങ്ങളിൽ വന്നിട്ടുള്ളതാണ്, ചോദ്യങ്ങൾ അവിടെ നിന്നും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് സംവരണം അത്തരത്തിൽ പ്രാതിനിധ്യം നൽകി ഭരണഘടനാ ഭേദഗതിയെ അടിസ്ഥാനപ്പെടുത്തി ലോക്സഭയിലേക്കോ സംസ്ഥാന നിയമസഭകളിലേക്കോ അത്തരത്തിലുള്ള സംവരണം നടപ്പിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ലോക്സഭയിലേക്ക് സംസ്ഥാന നിയമസഭയിലേക്ക് വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്ന ഒരു
രാജ്യത്തൊരു സംവിധാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി, നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി, ഭരണഘടനയിൽ ഭേദഗതി വരുത്തുന്നതിന് വേണ്ടി 1996 സെപ്റ്റംബർ 2 HD ദേവഗൌഡ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ലോക്സഭയിൽ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് ബില്ല് അവതരിപ്പിക്കുകയും ലോക്സഭയിൽ 81ാം ഭേദഗതി ബില്ലായിട്ടാണ് ഈ ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത്. ആദ്യമായിട്ടാണ് 1996 സെപ്റ്റംബർ 2 വനിതാ സംവരണവുമായിട്ട് ബില്ല് അവതരിപ്പിക്കുന്നത് HD ദേവഗൌഡ സർക്കാരാണ്. ലോക്സഭയിൽ 1996 സെപ്റ്റംബർ 2 ബില്ല് അവതരിപ്പിക്കപ്പെടുന്നു, ബില്ല് പാസ്സാക്കപ്പെടുന്നു. അതായത് ലോക്സഭയിൽ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ രാജ്യത്താദ്യമായി ബില്ല് അവതരിപ്പിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് ഡിപ്പാർട്ട്മെന്റ് തല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യമായി ബില്ല് അവതരിപ്പിച്ച വ്യക്തിയാണ്, അതായത് പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ MP ആയിരുന്ന ഗീതാ മുഖർജിയാണ് അത്തരത്തിൽ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ആദ്യമായിട്ട് ബില്ല് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ HD ദേവഗൌഡ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ബില്ല് ലോക്സഭ പാസ്സാക്കി. പക്ഷേ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകുവാൻ അത്തരത്തിൽ ഈ ഒരു സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അവിടെയും ഈ വനിതാ സംവരണം ഒരു കീറാമുട്ടിയായിട്ട് നിന്നു, നടപ്പിലാക്കാൻ രാജ്യത്ത് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് ചിലപ്പോൾ ചോദിക്കാം, രാജ്യത്താദ്യമായി വനിതാ സംവരണം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഏതു സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്? 1996 സെപ്റ്റംബർ 12 HD ദേവഗൌഡ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ലോക്സഭയിലാണ് ആദ്യമായിട്ട് ബില്ല് അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അതായത് ബില്ല് അവതരിപ്പിച്ചത്, അതായത് വനിതാ സംവരണം എന്ന് പറയുന്ന ബില്ല് രാജ്യത്താദ്യമായി അവതരിപ്പിച്ച വ്യക്തി ആര് എന്ന് ചിലപ്പോൾ ചോദിക്കാം. അത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമായിട്ട് വരുന്നത് ആരാണ്? ഗീതാ മുഖർജിയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. പിന്നീട് അടുത്ത വന്ന AB വാജ്പേയി സർക്കാർ 1998 മാർച്ച് 26 ഭരണഘടനാ ഭേദഗതിയിലൂടെ വനിതാ സംവരണം രാജ്യത്ത് നടപ്പിലാക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ മുന്നണിയിലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എതിർപ്പ് കാരണം രാജ്യത്ത് നടപ്പിലാക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം 2004 ഒന്നാം UPA സർക്കാർ അവരുടെ പൊതു മിനിമം പരിപാടിയിൽ വനിതാ സംവരണത്തെ ഉൾപ്പെടുത്തി രാജ്യത്ത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതും നടപ്പിലാക്കുവാൻ സാധിച്ചിരുന്നില്ല. രാജ്യത്ത് അത്തരത്തിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും കൂട്ടുകക്ഷി മുന്നണികളുടെയും എതിർപ്പ് കാരണം അതും നടപ്പിലാക്കാതെ പോയി എന്നുള്ളതാണ്. അതിനുശേഷമാണ് 2010 മാർച്ച് 9 ഭരണഘടനയുടെ 108ാം ഭേദഗതി ബില്ലായിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിക്കുകയും രാജ്യസഭ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബില്ല് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രാജ്യസഭ ബില്ല് പാസ്സാക്കി. അത്തരത്തിൽ ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുവാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ ആ ഒരു സർക്കാരിനും കഴിഞ്ഞിരുന്നില്ല. അതായത് RJDയുടെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ എതിർപ്പ് കാരണം അവിടെയും അത്തരത്തിൽ ബില്ല് നടപ്പിലാക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് വനിതാ സംവരണം വീണ്ടും സജീവമായിട്ടുള്ള ചർച്ചകളിലേക്ക് വരുന്നത്. ഇവിടെ ഓർക്കേണ്ടത്, ആദ്യമായിട്ട് വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ ഏത് ഭേദഗതി ബിൽ പ്രകാരമാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ 81ാം ഭേദഗതി ബില്ലാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 2010 മാർച്ച് 9 ഏത് ഭേദഗതി ബിൽ പ്രകാരമാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ 108ാം ഭേദഗതി ബിൽ പ്രകാരമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ പരീക്ഷകൾക്ക് കൃത്യമായിട്ട് ചോദിക്കാം, ചോദ്യങ്ങൾ കൃത്യമായിട്ട് വരാം എന്നുള്ളതാണ്. അതിനുശേഷമാണ്, അതായത് ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലഘട്ടത്തിനു ശേഷവും ഈ വനിതാ സംവരണം നിരന്തരമായി ചർച്ചയായി വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഒരു സർവകക്ഷി യോഗം വിളിക്കുന്നു. ആ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെടുന്നു, നമ്മുടെ രാജ്യത്ത് സുപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വനിതകളുടെ പ്രാതിനിധ്യം കുറവാണ്. വനിതകൾക്ക് നമ്മുടെ നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കുവാൻ അവരുടെ ജനസംഖ്യ ആനുപാതികമായി അവർക്ക് സംവരണം അത്തരത്തിൽ അനുവദിച്ചു നൽകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം പ്രതിനിധികളും ആ ഒരു സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നു. മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഏകകണ്ഠേന ചരിത്രപരമായിട്ടുള്ള ഈ വനിതാ സംവരണ ബില്ലിന്
അനുമതി നൽകുകയാണ്. അത് പാസ്സാക്കാനുള്ള അനുമതി നൽകുന്നു. അവരുടെ പിന്തുണ പൂർണ്ണമായിട്ടും ഉണ്ടാകും എന്ന് അവർ ആ യോഗത്തിൽ അഭിപ്രായപ്പെടുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരത്തിൽ ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൻ്റെ, അതായത് പുതിയ പാർലമെൻറ്റിൻ്റെ ആദ്യ സമ്മേളനത്തിൽ തന്നെ ഇത് അവതരിപ്പിക്കപ്പെടുകയും ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുവാനും ആ ഒരു കമ്മിറ്റി, അതായത് അത്തരത്തിൽ ആ ഒരു സർവകക്ഷി യോഗത്തിൽ അതിനെ ചുമതലപ്പെടുത്തിയ കമ്മിറ്റി തീരുമാനമെടുക്കുന്ന സാഹചര്യമുണ്ടായി. നമുക്കറിയാം, അതിനുശേഷം 2023 മെയ് 28 VD സവർക്കറിൻ്റെ ജന്മദിനത്തിൽ പുതിയ പാർലമെൻറ്റ് രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയാണ്. PSCയുടെ മുൻവർഷ ചോദ്യം ഈ അടുത്തും പരീക്ഷകൾക്ക് ചോദിച്ചു. മുൻവർഷ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് ചോദിച്ച ചോദ്യം എന്നാണ് അതിനർത്ഥം. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: ആരുടെ ജന്മദിനത്തിലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? VD സവർക്കറിന്റെ ജന്മദിനത്തിൽ 2023 മെയ് 28 പുതിയ പാർലമെന്റിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് വസ്തുതകളുണ്ട്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അതിൻ്റെ വിശദമായിട്ടുള്ള ചർച്ചകൾ, ആ പരീക്ഷകൾക്ക് ചോദിച്ച സംഗതികളെ അനുസരിച്ച് പുതിയ പാർലമെന്റിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ 2023 മെയ് 28 പുതിയ പാർലമെന്റ് മന്ദിരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു, രാജ്യത്തിന് സമർപ്പിക്കുന്നു. അപ്പോൾ അതിനുശേഷം പുതിയ പാർലമെന്റ് ആദ്യമായിട്ട് സമ്മേളിക്കുകയാണ്. 2023 സെപ്റ്റംബർ 19 പുതിയ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം നടക്കുകയാണ്. ആദ്യ സമ്മേളനത്തിൽ വെച്ചു തന്നെ ഈ വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കേന്ദ്ര നിയമ നീതികാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘ്വാൾ ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. 128 ഭേദഗതി ബില്ലായിട്ടാണ് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കണം, ആദ്യം HD ദേവഗൌഡ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 81 ഭേദഗതി ബില്ലായിട്ട് ഇത് അവതരിപ്പിച്ചു, പാസ്സാക്കി. പക്ഷേ ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോകുവാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം നിലവിൽ വന്നിട്ടുള്ള മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 108 ഭേദഗതി ബില്ലായി ഇത് രാജ്യസഭ പാസ്സാക്കി, ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോകുവാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഈ 2023 കാലഘട്ടങ്ങളിൽ 128 ഭേദഗതി ബില്ലിനെ അടിസ്ഥാനപ്പെടുത്തി ലോക്സഭയിൽ ഈ നാരി ശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ ഈ ഒരു ബില്ല് ലോക്സഭയിൽ കേന്ദ്ര നിയമ നീതികാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിക്കുകയാണ്. 2023 സെപ്റ്റംബർ 19 പുതിയ പാർലമെന്റ് ആദ്യമായി സമ്മേളിച്ച വേള. അതിനുശേഷം തൊട്ടടുത്ത ദിവസം 2023 സെപ്റ്റംബർ 20 രാജ്യസഭ ഈ ബില്ല് പാസ്സാക്കുകയാണ്, ലോക്സഭ ഈ ബില്ല് പാസ്സാക്കുകയാണ് എന്നുള്ളതാണ്. 2023 സെപ്റ്റംബർ 19 ലോക്സഭയിൽ കേന്ദ്ര നിയമ നീതികാര്യ വകുപ്പ് മന്ത്രിയായ അർജുൻ റാം മേഘ്വാൾ ഈ ബില്ല് അവതരിപ്പിക്കുന്നു. 128 ഭേദഗതി ബില്ലായി ബില്ല് അവതരിപ്പിക്കുന്നു. 2023 സെപ്റ്റംബർ 20 തൊട്ടടുത്ത ദിവസം ലോക്സഭ ഈ ബില്ല് പാസ്സാക്കും. ലോക്സഭ ഈ ബില്ല് പാസ്സാക്കുന്ന സമയത്ത് ലോക്സഭയിൽ ആകെ ഏകദേശം 456 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 456 അംഗങ്ങളിൽ 454 അംഗങ്ങൾ അത്തരത്തിൽ ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 2 അംഗങ്ങളാണ് പ്രതികൂലിച്ച് വോട്ട് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ 2 അംഗങ്ങൾ പ്രതികൂലിച്ച് വോട്ട് ചെയ്തത്, അതായത് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആൾ ഇന്ത്യ മജ്ലിസുൽ ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന AIMM എന്ന് പറയുന്ന പാർട്ടിയാണ് ആ ഒരു ബില്ലിനെ എതിർത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരാണ് എന്ന് കൃത്യമായിട്ട് ചോദിക്കാം. AIMIM എന്ന് പറയുന്ന പാർട്ടിയാണ് അതിനെ എതിർത്തത്. ആൾ ഇന്ത്യ മജ്ലിസുൽ ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന പാർട്ടി, അസദുദ്ദീൻ ഉവൈസ് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് അതിനെ എതിർത്തത് എന്നുള്ളതാണ്. പിന്നീട് അത്തരത്തിൽ രാജ്യസഭ ഈ ബില്ല് പാസ്സാക്കുന്നു. രാജ്യസഭയിൽ ആ ബില്ല് പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 21 2023 സെപ്റ്റംബർ 21. അതായത് രാജ്യസഭയിൽ ഉണ്ടായിരുന്ന മുഴുവൻ അംഗങ്ങളും ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. രാജ്യസഭയിൽ ഉണ്ടായിരുന്ന മുഴുവൻ അംഗങ്ങളും ഈ ബില്ലിനെ അംഗീകരിച്ച് വോട്ട് ചെയ്തു. ഏകദേശം 214 അംഗങ്ങളോളമാണ് രാജ്യസഭയിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. ആ 214 അംഗങ്ങളും രാജ്യസഭയിൽ ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് ഈ നാരി ശക്തി വന്ദൻ അധിനിയത്തിന്
രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകുകയാണ് ചെയ്യുന്നത്. അംഗീകാരം നൽകിയത് 2023 സെപ്റ്റംബർ 28-നാണ്. അംഗീകാരം നൽകിയത് 2023 സെപ്റ്റംബർ 28-നാണ്. രാജ്യത്ത് 106 ഭേദഗതി വഴിയാണ് അത്തരത്തിൽ നിയമ സാധുത രാഷ്ട്രപതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. 106 ഭേദഗതി 128 ബില്ല്, 106 ഭേദഗതി 128 ബില്ലാണ്. അപ്പോൾ അത്തരത്തിൽ നിയമം രാജ്യത്ത് ഔദ്യോഗികമായിട്ട് രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകുന്നു. നിയമം രാജ്യത്ത് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് രാജ്യത്ത് ഇനിയും അത്തരത്തിൽ സെൻസസ് പ്രകാരമുള്ള കണക്കുകൾ വരാനിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് മണ്ഡല പുനഃക്രമീകരണത്തിനു ശേഷമായിരിക്കും, അതായത് അത്തരത്തിൽ ആ മണ്ഡല പുനഃക്രമീകരണത്തിനു ശേഷമായിരിക്കും രാജ്യത്ത് ഈ ഒരു നിയമം നിലവിൽ വരുന്നത്. നിയമം നിലവിൽ വന്ന് 15 വർഷത്തേക്ക് രാജ്യത്ത് ഈ നിയമം അത്തരത്തിൽ പ്രാവർത്തികമാക്കാം, നടപ്പിലാക്കാമെന്ന് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ആവശ്യാനുസരണം, അതായത് ഓരോ പാർലമെൻറ്റിൻ്റെ അത്തരത്തിലുള്ള ആ ഒരു സാഹചര്യങ്ങൾക്ക്, രാജ്യത്തെ സാഹചര്യങ്ങൾക്ക് വിധേയമായി പാർലമെൻറ്റിന് വീണ്ടും ഈ ഒരു സംവരണം നീട്ടാം. 15 വർഷം എന്നത് 30 വർഷമോ അതിന് മുകളിലോ, അതല്ലെങ്കിൽ 33% ഈ പ്രാതിനിധ്യം എന്നുള്ളത് അത് ബാക്കിയുള്ള സംവിധാനത്തിലേക്ക് കൂട്ടാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ പരീക്ഷകൾ കൃത്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നിയമം നിലവിൽ വന്നിട്ടില്ല. നിയമം നിലവിൽ വരുന്നത് മുതൽ 15 വർഷത്തേക്കായിരിക്കും രാജ്യത്ത് ഈ നിയമം നടപ്പിലാക്കുവാൻ സാധിക്കുക. രാഷ്ട്രത്തിൻ്റെ സാഹചര്യത്തിന് അനുസൃതമായി ഈ നിയമത്തെ നീട്ടുവാനും അതുപോലെ തന്നെ നിയമത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സംവരണ അത്തരത്തിലുള്ള ശതമാനം നീട്ടുവാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ 2023 സെപ്റ്റംബർ 28-ന് രാഷ്ട്രപതി ഇതിന് അംഗീകാരം നൽകി. അത്തരത്തിൽ നിയമം അത്തരത്തിൽ അംഗീകാരം, രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത എന്നുള്ളത്. അപ്പോൾ അത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. 106 ഭരണഘടനാ ഭേദഗതി, അതായത് ഈ നാരീശക്തി വന്ദൻ അധിനിയം, ഇതിൻ്റെ ലക്ഷ്യമെന്താണ്, ഇതിൽ പരാമർശിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, അതായത് ലോക്സഭയിൽ, സംസ്ഥാന നിയമസഭയിൽ, ഡൽഹി നിയമസഭയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആകെ സീറ്റിൻ്റെ 33% വനിതകൾക്ക് അനുവദിക്കണം എന്നത് സംബന്ധിച്ചാണ്. ഇപ്പോൾ ലോക്സഭയിൽ, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിൽ, ഡൽഹി നിയമസഭയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആകെ സീറ്റിൻ്റെ 33% വനിതകൾക്ക് അനുവദിക്കണം എന്നത് സംബന്ധിച്ചാണ് ഈ നിയമത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ളത്, അത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കുക എന്നുള്ളതാണ്. പിന്നീട് 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ ആർട്ടിക്കിളുകളാണ്. ഒന്ന്, അതായത് ആർട്ടിക്കിൾ 239AA ക്ലോസ് C BA എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ 239AA ക്ലോസ് C ക്ലോസ് BA അത് 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ്. അപ്പോൾ അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഡൽഹി നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ 33% സീറ്റുകൾ വനിതകൾക്ക് അനുവദിക്കണം എന്നത് സംബന്ധിച്ചാണ്. ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ 33% സീറ്റുകൾ വനിതകൾക്ക് അനുവദിക്കണം എന്നത് സംബന്ധിച്ചാണ് 239AA ക്ലോസ് C ക്ലോസ് BA എന്ന് പറയുന്ന ആർട്ടിക്കിളാണത്. പിന്നീട് കൂട്ടിച്ചേർത്ത അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 330A എന്നുള്ളത്. 330A, അതായത് ലോക്സഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് 33% പ്രാതിനിധ്യം അനുവദിക്കണം എന്നത് സംബന്ധിച്ചാണ്. ആകെ സീറ്റിൻ്റെ 33% അവർക്ക് അനുവദിക്കണം എന്നത് സംബന്ധിച്ചാണ് അത്തരത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. 330A അതാണ്. 332A ആണ് അടുത്ത കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ. 332Aയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആകെ സീറ്റിൻ്റെ 33% അല്ലെങ്കിൽ 1/3 വനിതകൾക്ക് അനുവദിക്കണമെന്നത് സംബന്ധിച്ചാണ്. സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ 33% വനിതകൾക്ക് പ്രാതിനിധ്യം അനുവദിക്കണമെന്നത് സംബന്ധിച്ച് 332A പറയുന്നുണ്ട്. പിന്നീട് 334A ആണ്. അതായത് 334Aയിൽ പറയുന്നു, അതായത് ഡീലിമിറ്റേഷനു ശേഷമാണ്, അതായത് മണ്ഡല പുനഃക്രമീകരണത്തിനു ശേഷം മാത്രമാണ് രാജ്യത്ത് ഈ നിയമം നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. 2029 ആയിരിക്കാം ചിലപ്പോൾ ആ സാഹചര്യങ്ങളിലേക്ക് വരുന്നത്, അതിന് ശേഷമായിരിക്കും. രാജ്യത്തെ ജനസംഖ്യ
ആ സംവിധാനത്തിൻ്റെ കണക്കെടുപ്പ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആ വിവരങ്ങൾ പൂർത്തിയായ ശേഷം അതിനനുസരിച്ചായിരിക്കും ജനസംഖ്യാനുപാതികമായിട്ട് അത്തരത്തിൽ സംവരണം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം മാത്രമായിരിക്കും ഈ സംവരണം രാജ്യത്ത് നടപ്പിലാക്കുക. കൂടാതെ തന്നെ റൊട്ടേഷൻ സംവിധാനങ്ങൾക്ക് വിധേയമായി മാത്രമേ രാജ്യത്ത് വനിതാ സംവരണം നടപ്പിലാക്കാവൂ എന്നുള്ളതാണ്. റൊട്ടേഷൻ സംവിധാനങ്ങൾക്ക് വിധേയമായി മാത്രമേ രാജ്യത്ത് വനിതാ സംവരണം നടപ്പിലാക്കാവൂ. അതാണ് 334. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലേക്ക് അത്തരത്തിൽ 33% വനിതകൾക്ക് സംവരണം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒക്കെ ഉദാഹരണത്തിന് ഗ്രാമപഞ്ചായത്തായാലും നഗരസഭയായാലും ഉദാഹരണത്തിന് 8ാം വാർഡ് ഈ സമയം വനിതാ സംവരണമാണെങ്കിൽ അടുത്ത ഒരു 5 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ജനറലായി മാറും. അതിനുശേഷം അത് വനിതയായി മാറും. അതിനുശേഷം അത് ജനറലായി. അപ്പോൾ അങ്ങനെ റൊട്ടേഷൻ സംവിധാനങ്ങൾക്ക് വിധേയമായി മാത്രമേ രാജ്യത്ത് വനിതാ സംവരണം നടപ്പിലാക്കാവൂ എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ തന്നെ അതായത് ഈ ഒരു നിയമത്തിലുള്ള സംവരണ കാലാവധി 15 വർഷമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പാർലമെന്റിന് ആ സംവരണം അത്തരത്തിൽ കൂട്ടാവുന്നതും സംവരണ കാലാവധി നീട്ടാവുന്നതുമാണ് എന്നതാണ് ഈ ഒരു സംവിധാനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ഈ കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ. ഇപ്പോൾ സാധാരണ നിലയിൽ നമ്മൾ 239AA നോക്കുമ്പോൾ രാജ്യതലസ്ഥാനമായിട്ടുള്ള ഡൽഹിയെ സംബന്ധിച്ചും അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങളെ സംബന്ധിച്ചുമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 330 നോക്കുമ്പോൾ രാജ്യത്തെ ലോക്സഭയിലേക്കുള്ള പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പ്രാതിനിധ്യം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പ്രാതിനിധ്യം അനുവദിക്കണം എന്നത് സംബന്ധിച്ചാണ്. നമുക്കറിയാം, അവർക്ക് നിലവിൽ പ്രാതിനിധ്യമുണ്ട്. രാജ്യത്തെ ലോക്സഭയിൽ 84 പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുണ്ട്, 47 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളുണ്ട്. കേരളത്തിലാകെ 20 ലോക്സഭാ സീറ്റുകളിൽ 2 പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുണ്ട്. 1 മാവേലിക്കരയും 2 ആലത്തൂരും. ഇതൊക്കെ പരീക്ഷകൾക്ക് ചോദിച്ചുള്ളതാണ്. പിന്നീട് ആർട്ടിക്കിൾ 332 വന്നു കഴിഞ്ഞാൽ 332 പ്രതിപാദിച്ചിട്ടുള്ളത് എന്തിനെ സംബന്ധിച്ചാണ് എന്ന് ചോദിച്ചാൽ, സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സീറ്റുകൾ അനുവദിക്കുന്നതിനെ സംബന്ധിച്ച്, പ്രാതിനിധ്യം അനുവദിക്കുന്നതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, കേരള നിയമസഭയിൽ 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. നിയമസഭകളിലേക്ക് അതിൽ 14 പട്ടികജാതി സംവരണ മണ്ഡലമാണ്, 2 പട്ടികവർഗ മണ്ഡലമാണ്. 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ, 1 സുൽത്താൻ ബത്തേരിയും 2 മാനന്തവാടിയും 2 വയനാട്ടിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലാണ് ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ. അതുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ: ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത് 2023 സെപ്റ്റംബർ 19. ലോക്സഭ ബില്ല് പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 20. രാജ്യസഭയിൽ ബില്ല് പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 21. രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമത്തിന് അംഗീകാരം നൽകിയത് 2023 സെപ്റ്റംബർ 28. അതായത് പ്രധാനപ്പെട്ട അതുമായി ബന്ധപ്പെട്ടുള്ള വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുകൾ 239AA ക്ലോസ് C, ക്ലോസ് BA, 330A, 332A, 334A. അപ്പോൾ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അടുത്ത പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. വിശദമായി തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. വീണ്ടും ഒരു ക്ലാസ്സുമായി കാണാം.